ഈ അകരം കെട്ടണ തന്നെ ഞങ്ങൾക്ക് എടുത്തിക്കാണ് കായ് മുതലായി കളും ഇവിടെക്കണ്ടേ എപ്പ മോൾ കയറി കേട്ടോ. ഓക്കെ, ഇനി 2 കാരം പാടുന്ന അതേപോലെ തന്നെ ഒരു മുട്ട ഓടി കൊടുക്കുക. സംഭവം തെറ്റി കിട്ടോ. അയ്യോ, നീ കമ്പി ഒന്നും വേണ്ട, കമ്പി മോളത്തെ സ്റ്റേജിക്ക് മാത്രം മതിട്ടാ. എന്തെങ്കിലുമൊക്കെ പറയാൻ പറഞ്ഞു കേട്ടോ. സാഹസികമായ ജോലികളിലൂടെ വലിയ ജനപ്രീതി പിടിച്ചു പറ്റിയ മലപ്പുറത്തെ ബ്ലോഗർ അബ്ദുൽ ലത്തീഫ് എനിക്കൊപ്പമുണ്ട്. അബ്ദുൽ ലത്തീഫിൻ്റെ യൂട്യൂബ് വീഡിയോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യുന്ന ജോലിയാണ്. യൂട്യൂബിൽ പണിയെടുക്കുന്നൊരു ബ്ലോഗർ എന്ന വിളിപ്പേരൊക്കെ തന്നെയുള്ള അബ്ദുൽ ലത്തീഫാണ്. തേഞ്ഞിപ്പലം സ്വദേശിയാണ്. ഇതാ ഇപ്പോൾ തിരൂരിനടുത്ത് ഒരു കിണർ നവീകരണവുമായി ബന്ധപ്പെട്ടാണ് എത്തിയിരിക്കുന്നത്. എന്താ വർത്താനോ? സുഖം, ഓൾവേസ് ഫൈൻ. നവീകരണമല്ല, തേക്കുക, പുല്ല് പറിക്കുക, വെള്ളം കയറ്റുന്ന കൊലത്തിൽ ആണ് കണ്ടുകൊടുത്താളി. സൂപ്പർ അല്ലേ? ഈ ഒരു സംഭവം അങ്ങനെ പല ആൾക്കാരുടെ സംശയം എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയോ? ഈ പൈപ്പ് ഇടിഞ്ഞു വീകൂല എന്നുള്ളത്. ഇതേപോലത്തെ വർക്ക് ചെയ്യാൻ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന പണിക്കാരെ കാണാൻ പറ്റില്ല. ഞാൻ ജനിച്ചത് തേഞ്ഞിപ്പലത്ത് ദേവതിയാൽ എന്ന സ്ഥലം. ഓക്കെ, അവിടെ അങ്ങാടി തന്നെയാണ്. പിന്നെ എൻ്റെ പഠനം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഞാൻ 10ാം ക്ലാസ് ഉള്ളൂ. അപ്പോൾ എനിക്ക് പഠിക്കാൻ തീരെ താല്പര്യമില്ലേനു. എനിക്ക് ഒന്നാമത് പഠിപ്പ് പറഞ്ഞ കാര്യം എനിക്ക് ഇപ്പോഴും ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ മെയിൻ്റെ മൊത്തം ഉണ്ടാവുന്നവരെ പുറത്തിലുണ്ടാവുക. ഞാൻ അന്നൊരു വീഡിയോ കൂടെ പറഞ്ഞല്ലോ, പഠിക്കുന്ന സമയത്ത് സ്കൂളിൻ്റെ ജനാലെ കൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ലെവലെത്തിയത്. തീർച്ചയായിട്ടും സത്യം തന്നെയാണ്. ഡേഞ്ചർ പരിപാടിയാണ്. നമ്മൾ ചെയ്ത് എയിമായി പോയി. അങ്ങനല്ലേ പറഞ്ഞോ, വീണിക്കാണ് കട്ടക്കാലാണ്. എല്ലാ വീട്ടിലും തേക്കാൻ ഡോക്ടർമാർക്കും പോലീസുകാർക്കൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്താ പറയുക, എല്ലായിടത്തും എത്തിപ്പെടാൻ വയ്യില്ല. കൺസ്ട്രക്ഷൻ ഏതൊക്കെ തരത്തിലുള്ള ജോലികളാണ്? കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഞാൻ വയറിങ് മാത്രമേ ചെയ്യാത്തുള്ളൂ. ബാക്കി വെൽഡിങ് അടക്കം എല്ലാ പണിയും ചെയ്യും. എത്ര വർഷമായിട്ട് ഈ മേഖലയിൽ? ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഈ പണിയിൽ ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നത്ര കൊല്ലം ഏകദേശം 20 കൊല്ലത്തിനടുത്തായില്ലേ. യൂട്യൂബ് ബ്ലോഗിങ് പരിപാടി തുടങ്ങിയത് ഈ അടുത്താ? യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ തുടങ്ങാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ പെണ്ണ് കിട്ടാതായപ്പോൾ ഒന്ന് ഗൾഫ് പോയപ്പോൾ ഇവിടുത്തെ പണി മാതിരി തേപ്പ് എന്ന സാധനം ഗൾഫിലും തേപ്പുണ്ട്, പക്ഷേ എക്യുപ്മെൻറ്റ്സ് ഒക്കെ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ തേപ്പ് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അതേപോലെ തന്നെ അവിടുത്തെ എല്ലാ പണികളിലും. പക്ഷെ അന്ന് എനിക്ക് യൂട്യൂബ് അങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് അറിയില്ല. സംഭവം സിമ്പിൾ പരിപാടി ഉള്ളതിനു. അപ്പോൾ ഇവിടെ വന്ന് കണ്ട് നമ്മളിപ്പോൾ തെങ്ങ് മുറിക്കുന്നുണ്ട്, കിണർ തേക്കുന്നുണ്ട്, നാളെ ടൈൽ ഒട്ടിക്കുന്നുണ്ട്, എല്ലാ പണി ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളെ സ്കില്ല് വേൾഡിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കി ചെറിയൊരു സംഭവം തുടങ്ങിയതാണ്. ഇതിന് പൈസ കിട്ടുമെന്ന് എനിക്ക് അറിയില്ലേനു. പിന്നെ എങ്ങനെ സംഭവമൊക്കെ തുടങ്ങി. അപ്പോൾ നമുക്ക് 2 കാര്യമാണ് ലാഭമായി കിട്ടിയത്. ചെറുങ്ങനെ പൈസ കിട്ടും, പോരാത്തതിന് നമ്മളൊന്ന് ഫെയിമായില്ലേ. ആനാ മഷൂർ അഗഫിൽ ഗേരിയ ആ ഡയലോഗിനൊക്കെ ആയി. കിണറിലൊക്കെ വർക്ക് ചെയ്യാറുമ്പോൾ ഭയങ്കര സാഹസികമായ ജോലിയാണല്ലോ. സാഹസികമാണ്. പിന്നെ കുറ്റം പറഞ്ഞ ആൾക്കാരോട് ഒരാൾ കാര്യം എന്ന് വെച്ചാൽ ചെയ്യാൻ ആൾ വേണ്ടേ. ഇപ്പം നിങ്ങൾ എത്ര കളിയാക്കിയാണെങ്കിലും ഇത് ചെയ്യാൻ ആൾ നമ്മുടെ നാട്ടിൽ വേണ്ടേ. ഇനി വരാൻ പോണ ഒരു കാലഘട്ടത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ ഫീൽഡിലേക്ക് ആൾക്കാർ ഇനി വരാനില്ല, ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ മലയാളികൾക്ക് വംശനാശം നേരിടും. ഈ മേഖല മൊത്തം ഇന്ത്യക്കാർ കീഴടക്കും. പറഞ്ഞ കൈ കൊടുക്കേണ്ടി വരും, പണിക്ക് വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ +2 കഴിഞ്ഞിട്ട് നല്ല കോഴ്സ് പഠിക്കുന്നതിന് പകരം ഈ ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ ഓൾക്ക് ഗൾഫൊന്നും പ്രതീക്ഷിക്കാതെ നാട്ടിൽ തന്നെ നല്ല പൈസയോടെ ജീവിക്കാൻ പറ്റും. കൂലിപ്പണിക്കാരനായ ബ്ലോഗർ എന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. നാടൻ ശൈലിയിലുള്ള സരസമായ ശൈലിയിലുള്ള സംസാരം, അത് വലിയ ജനപ്രീതിയാണ് ഈ നവമാധ്യമങ്ങളിലൊക്കെ നേടിക്കൊടുത്തിട്ടുള്ളത്. താങ്കളുടെ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് യുവാക്കൾ ഇത്തരം ജോലിയിലേക്ക് തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം. നമ്മളൊരു സബ്സ്ക്രൈബർ അമേരിക്കയിൽ നിന്ന് കഴിഞ്ഞ മാസം വിളിച്ചിട്ടുണ്ടായിരുന്നു. മൂപ്പരോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ മൂപ്പരെ വീട്ടിൽ പണിക്ക് വേണ്ടി വിളിച്ചതല്ല, അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചാണല്ലോ. അതായത് നമ്മളെ നാട്ടിൽ വംശനാശം നേരിട്ട ഈ ഒരു വർക്കിനെ ഞാൻ കക്കൂസും കുഴി വാരുണ്ട്, എല്ലാ പണി ലൈവിലാണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ട് മാത്രം അന്ന് ഞാൻ ചാനൽ കൊടുക്കുമ്പോൾ കേരളത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ 1-2 ചാനലുള്ളതിനു. അത് എഞ്ചിനീയേഴ്സിൻ്റെ ചാനൽ മാത്രം, സിവിൽ പരമായിട്ട് കൺസ്ട്രക്ഷനാണല്ലോ പെടുക. പക്ഷേ ഞാനിപ്പോൾ ഈ ഇങ്ങനത്തെ വർക്ക് തുടങ്ങിയതിന് ശേഷം ഇപ്പം നോക്കുമ്പോൾ യൂട്യൂബിൽ ഒരു 30 ചാനലുകളുണ്ട്. എല്ലാവർക്കും ധൈര്യം വന്ന് ഇന്ന് കായിട്ടൊന്ന് മനസ്സിലായി. അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന വർക്കുകളിൽ കള്ളത്തരമില്ല. നമ്മൾ എന്ത് കായ് കിട്ടിയില്ലെങ്കിൽ എത്ര നഷ്ടം വന്നിട്ടാണെങ്കിലും ഓരോ ക്ലൈൻറ്റ് പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്ന് തെളിവല്ല ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ വർക്കിന് വേറെ പണിക്കാരെ കൊണ്ടുവന്നാൽ ഞാൻ മൊട്ടടിക്കും. കാര്യം പറയാം, ആളെ കിട്ടൂല. ഭയങ്കര കോൺഫിഡൻസാണ്. പിന്നെ പൂച്ച നായ്ക്കൾ കിണറ്റിൽ വെക്കണ്, നമ്മൾ ഏത് രാത്രി എടുത്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു ദിവസം വൈകുന്നേരം വരെ പോയിക്കാണെങ്കിൽ നമുക്കൊരു കൂലിയല്ലേ കിട്ടുള്ളൂ. ഓക്കെ, ഞാനൊരു ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു കോൺട്രാക്ടിങ് കമ്പനി അല്ല, ഓൺലി ഒരു വില്ലേജിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സംഭവങ്ങൾ മാത്രമാണല്ലോ. അപ്പോൾ നമ്മൾ കൂലിക്കാണ് ഈ വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ സ്ഥിതിക്ക് ഒരു കോൺട്രാക്ടർ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തൊക്കെ വിളിക്കുന്ന വർക്കൊക്കെ പോയി തൊട്ടുകാണ്ട് അവിടെ ഇവിടെ കുറച്ച് ഇന്ത്യക്കാരെ കൊണ്ടിട്ടുകാണ്ട് എനിക്ക് കുറേ പൈസ കീസിൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതിനൊരു കാര്യമില്ലല്ലോ. നമ്മൾ ചെയ്യുന്ന വർക്കുള്ളത് കുറച്ചായാലും അത് പെർഫെക്റ്റിൽ ചെയ്ത് കൊടുക്കാം. കമ്പനി ഒന്നുമല്ല, ഞങ്ങളൊരു 6 ആൾക്കാരുടെ ടീമാണ്. അതിൽ നമ്മളെ ക്യാമറക്കുള്ള ആൾ അടക്കം ഉണ്ടാവും. ഒരു സെറ്റ് ടീമാണ് ഞങ്ങൾ. ഈ പണിക്കാരെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിലെല്ലാവരും ഓൾറൗണ്ടേഴ്സ് തന്നെയാണ്.
എല്ലാവർക്കും തേപ്പർ എൻ്റെ മാതിരി എല്ലാ പണി എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ഒരു വർക്ക് എടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പോൾ ഈ സൈറ്റിലെ ക്ലയൻറ്റിന് 5 പടവ് തേക്കണം എന്നാണ്. ഇത് കണക്ക് പ്രകാരം ഞങ്ങൾ ഈ ആൾക്കാർ ഒരു ദിവസം കൊണ്ട് തേച്ച് പോകും. ഒരു ദിവസം ഈ സ്റ്റേജ് രണ്ടും കെട്ടിക്കാണ്ട് ഞങ്ങൾ തേക്കും. ഞങ്ങൾ എത്രയോ സൈറ്റിൽ തേച്ചിക്കണ്. നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ വർക്കാണ് കൂടുതൽ കിട്ടുന്നത്. വീടിൻ്റെ വർക്കൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ വീഡിയോയിൽ എല്ലാ കാര്യം പറയാൻ പറ്റില്ലല്ലോ. അതായത് ഞാനിപ്പോൾ ഒരു ക്രിയേറ്ററായി മാറിയില്ലേ. അപ്പോൾ എനിക്ക് വീഡിയോകൾ കൂടുതൽ വന്നു കഴിഞ്ഞെങ്കിൽ നമുക്ക് എന്തുള്ളൂ എല്ലാ നേക്കും ഇന്ന് കിട്ടണുള്ളൂ. അപ്പോൾ ആ സ്ഥിതിക്ക് ചെറിയ ചെറിയ വർക്കുകളാകുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ വർക്ക് കഴിഞ്ഞില്ലേ. അപ്പോൾ എനിക്കെന്താവും വീഡിയോ കിട്ടും ചെയ്യും, പണിയും കഴിയും. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ഉറങ്ങല്ലേ എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു പെര തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോൺട്രാക്ട് എടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ പെര ഏകദേശം ഒരു 20 ദിവസം തേക്കാൻ ഉണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ ദിവസം വന്ന് ഞാൻ 5 മണി വരെ പണിയെടുത്തപ്പോൾ പെരക്കാർ നല്ല ചോറും ഇറച്ചൊക്കെ തരും. അപ്പോൾ രണ്ടാമത്തെ ദിവസം വന്നിട്ട് ഞാൻ 5 മണിയുള്ള ഒരു 4:30 നിർത്തിയാൽ ആ പെരക്കാരെന്താ പറയാറോ, ഇന്നലത്തെ മാര്യങ്ങൾ നേരത്തെ നിർത്തിക്കണമല്ലോ, ഇന്നലെ 5 നിർത്തി വയ്ക്കും. അപ്പോൾ കള്ളനായി തുടങ്ങി. പിന്നെ മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ സ്വഭാവം മാറി തുടങ്ങി. അപ്പം ഇങ്ങനത്തെ ചെറു പണികൾ എടുക്കുമ്പോൾ എന്താ ലാഭം വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ഒരിക്കലും കള്ളനാവില്ല. നിങ്ങളെ വീട്ടിൽ വന്നാൽ പോലും നിങ്ങൾ എന്താ പറയാറോ, ആ ചെക്കന്മാരെ പണി വേറെ ലെവലാട്ടോ എന്ന് പറയും. അപ്പം കള്ളനാവാതെ നല്ല ഭക്ഷണത്തോട് കൂടിയിട്ടും നല്ല ഫുഡൊക്കെ അടിച്ച് നല്ല സാലറിയിൽ അങ്ങോട്ട് പോവാം. നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് പണിയെടുക്കല്ല, പണിയെടുക്കുന്നതിൻ്റെ കൂടെ വീഡിയോ ചെയ്യും, അത്രേ ഉള്ളൂ. ഞാൻ ഡെയിലി പണിക്കോവും. ഈ വീഡിയോ മൊത്തം എഡിറ്റ് ചെയ്യണത് ഞാനാണ്. ഞാൻ വൈകുന്നേരം പണി കഴിഞ്ഞ് പോയിക്കുകയാണെങ്കിൽ 10 മണിയാകുമ്പോഴത്തേന് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിയും, ഫുൾ സെറ്റപ്പ് ആക്കും. എന്നിട്ട് നമ്മൾ ഷെഡ്യൂൾ ആക്കിയിട്ട് ഫേസ്ബുക്കിലേക്കും യൂട്യൂബിലേക്ക് കയറ്റി വെക്കും. പിന്നെ നമുക്ക് വരുന്ന ട്രബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ ഷോട്ടൊക്കെ അല്ലേ, അവർ ഒറ്റ വീഡിയോ 58 സെക്കൻഡിൽ എഡിറ്റ് ചെയ്ത് കണ്ട് എല്ലാത്തിനും അത് പിന്നെ ടൈമിങ്ങിനനുസരിച്ച് ഇങ്ങനെ കയറ്റി കൊടുക്കും. പണി പഠിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് അമാനുഷിക ശക്തി ഉണ്ടല്ലോ. എല്ലാവരും പറഞ്ഞു, ഞാൻ ഇനി ടോപ്പാക്കി പറയില്ല കേട്ടോ. ഞാൻ തേപ്പാരെ കൂടെ കുറച്ച് പോയിട്ടുള്ളൂ, പടവാരെ കൂടെ കുറച്ച് പോയിട്ടുള്ളൂ, ടൈൽസ് പണിക്കാരെ കൂടെ ഞാൻ കുറച്ച് പോയിട്ടുള്ളൂ. പക്ഷേ ഏത് വർക്കിൽ ഞാൻ വന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ മിനിറ്റുകൾ കൊണ്ട് ആ വർക്ക് ഞാൻ പഠിച്ചെടുക്കും. എങ്ങനെ വെച്ചിട്ടാണെങ്കിൽ നമ്മളുണ്ടല്ലോ ചില ആൾക്കാർ വൈകുന്നേരം വാച്ച് കെട്ടിയിട്ടുണ്ടാവും, ഇങ്ങനെ നോക്കും 2, 2:15, 2:30, അത് കള്ളന്മാരുടെ ലക്ഷണം. അങ്ങനല്ല വണ്ടി. ആ പണിക്ക് പോയിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, കൂലി മാത്രം ആശ്രയിക്കരുത്, ആ പണിൻ്റെ ഭാഗമായി മാറുക, മേസ്തിരിനെ സഹായിക്കുക. അപ്പം നമുക്ക് ഡൗട്ട് ഉണ്ടാവുമല്ലോ. അതായത് ഇങ്ങനൊരു കാര്യം കൂടെ കേട്ടോളി, ഞാനൊക്കെ പടവിന് പോയിട്ട് പല മേസ്തിരിമാർക്കും ഞാനൊരു ഭയങ്കര ഒരു ശല്യമായി മാറിയുണ്ട്. എന്നാണെന്നറിയോ, ഓലൊരു കല്ല് വെക്കുമ്പോൾ ഞാൻ ചോദിക്കും, അല്ല മേസ്തിരി ആ കല്ല് ഇവിടെ നിന്ന് ഇങ്ങനെ അളവെടുത്ത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് കറക്റ്റ് കിട്ടൂല എന്നുള്ളത്. എൻ്റെ ഭയാനകമായ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പല മേസ്തിരിമാർക്കും പിടിച്ചിക്കാൻ പറ്റില്ല, ഇന്ന് ഒഴിവാക്കി. പക്ഷേ ഞാൻ ഓരോടൊക്കെ ഒരു വാശി വെച്ചിട്ടുണ്ടേനു, ഒരിക്കൽ ഞാൻ വരുന്നുള്ളത്. ഇന്ന് ഓലക്കിൻ്റെ പണിക്കാരാ. സോഷ്യൽ മീഡിയ കാരണം എനിക്കുണ്ടായ ലാഭങ്ങൾ എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ഇവിടെ പോലും അറിയപ്പെട്ട്. ഇപ്പം നമ്മളിവിടുന്ന് ഒരു പോലീസ് അല്ല, നമ്മൾ ആഗ്രഹിച്ചില്ലേനത്, നമ്മളായി പോയതല്ലേ. നമ്മളൊന്നും ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യണില്ല. എനിക്ക് ഫേമസ് ആവണം എന്നൊരു യാതൊരു ആഗ്രഹമില്ല. ഞാൻ എപ്പോഴും സാധാരണക്കാരനാണ്. എനിക്ക് അങ്ങനെ ജീവിക്കാൻ തന്നെയാണ് ഇഷ്ടം. ഞാൻ ഇവരെ കൂടുതലും കുട്ടികളെ കൂടുതലും എല്ലാവരുടെ കൂടുതലും ഉണ്ടാവും. നേരെ മറിച്ച് ഇന്നത്തെ കാലത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു 100K ഫോളോവേഴ്സായി കഴിഞ്ഞാൽ സ്വഭാവം മാറി. നിങ്ങൾക്ക് ഒരിക്കലും ഇന്നാലും ഉൾപ്പെടുത്താൻ പറ്റില്ല. പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് ഒരു ദിവസം 20-30 പണിയാണ് വരുന്നത്. ഈ ആൾക്കാർക്ക് എല്ലാവർക്കും റീപ്ലൈ കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഫുൾ സോഷ്യൽ മീഡിയ മൊത്തം മാനേജ് ചെയ്യണം ഞാൻ. സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി ഒരുപാട് ആളുകൾ ബന്ധപ്പെടുന്നുണ്ട്, ജോലി ചെയ്യുക. വീഡിയോ നമ്മളെ ഈ വീഡിയോക്ക് പറ്റിയ മണ്ണ് ഫേസ്ബുക്കാണ്. യൂട്യൂബ് നമുക്ക് പറ്റിയ മണ്ണല്ല, അതിനകത്ത് തിരഞ്ഞെടുത്തിട്ടുണ്ട്. യൂട്യൂബ് ആർക്കാ മണ്ണെന്നറിയോ, പെണ്ണുങ്ങളൊക്കെ വെച്ച് ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഏറ്റവും നല്ല മണ്ണാണ് ഫാമിലി ബ്ലോഗ്. സീരിയൽ കാണുന്ന മാതിരി ഓലിങ്ങനെ ഇൻതസാർ വെയിറ്റ് ചെയ്ത് നിൽക്കും. പക്ഷെ നമ്മളെ വീഡിയോ പെണ്ണുങ്ങളാരും കാണൂല. അപ്പോൾ ഈ പ്രവാസികളൊക്കെ കൂടുതൽ കാണുക. ഈ 30, 25 വയസ്സ് മുതൽ 40 വയസ്സിൽ വരെയുള്ള ആൾക്കാർ. ഇപ്പം മീനൊരു കസ്റ്റമർ പോയി കഴിഞ്ഞാൽ ഓൻ അപ്പം ഇൻസ്റ്റാഗ്രാമിൽ എടുത്ത് നോക്കുക, എന്താ എടുത്ത് നോക്കുക, ഫേസ്ബുക്ക് എടുത്ത് നോക്കുക. അപ്പം കിണറ്റിൽ നിന്ന് പാമ്പിനെ എടുത്തു, ഇത് നേക്കാണല്ലോ, നിൽക്കും. അപ്പം ഓനടുത്തേക്ക് പിന്നെ പീഡിയ അങ്ങനെ വന്നുകൊണ്ടേ നിൽക്കും. അതിനാണ് ഈ തന്ത്രങ്ങൾ. പ്രവാസികൾക്ക് ഇഷ്ടമാവും ഈ വീഡിയോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിനാണ് ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, യൂട്യൂബ് ഞങ്ങൾക്ക് എന്തില്ല, ഒരു ഫായതയില്ല. എന്താ ആഗ്രഹം? ഇനി ആഗ്രഹങ്ങളായിട്ടൊന്നുമില്ല. ഞാൻ സൗദിയിൽ പണിയെടുത്തിട്ടുണ്ടേനു. പിന്നെ ഒരു കാര്യം പാടെ ശ്രദ്ധിക്കാൻ കിട്ടോ, എൻ്റെ വർത്തമാനത്തിന് ഒരു തെർത്തീവ് ഉണ്ടാവില്ല. ഞാൻ എല്ലാം കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആലോചിക്കും, പടച്ചോനെ അതിൻ്റെ ബാക്കി പറഞ്ഞില്ലല്ലോ, ഇതിൻ്റെ ബാക്കി പറഞ്ഞില്ലല്ലോ എന്നുള്ളത്. കാരണം ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത് വർത്തമാനം പഠിച്ചിട്ടോ സർട്ടിഫിക്കറ്റ് ഒന്നും വെച്ചിട്ടല്ല. ഞാൻ ഒരാളെ റെക്കമെൻഡിൽ വന്ന ആളല്ല. അതായത് നമ്മളെ പണി എടുത്തുള്ള എക്സ്പീരിയൻസിൽ മാത്രം വന്നതാണ്. പിന്നെ ചില ആൾക്കാരൊക്കെ പറയും ATS എങ്ങനെയാണെന്നറിയോ, ഞാൻ പണിസ്ഥലത്ത് വീഡിയോക്ക് വേണ്ടി മാത്രം അഭിനയിക്കും, അത് കഴിഞ്ഞാൽ ഞാൻ കയറിക്കുന്നുള്ളത്. പക്ഷേ ഓൾക്ക് തെറ്റി. ഒരു 10-10 റൂം ഞാൻ ഒറ്റക്ക് തേക്കും, ഒരു ഹെൽപ്പർ വെച്ചിട്ട്. പണിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ വന്നത് മുതൽ നല്ല സജീവമായിട്ട് എല്ലാ കാര്യങ്ങളും അവനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ വന്നത് മുതൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി ആളെ. അത് മാത്രമല്ല ഇവിടെയുള്ള വർക്കുകളൊക്കെ കൂടുതലും ചെയ്യുന്നത് അവൻ തന്നെയാണ്, സംശയമില്ല. ഈ ഏരിയക്ക് ഞങ്ങൾ അങ്ങനെ എത്തിയെന്ന് വെച്ച് നോക്കി. അതായത് ഈ ഏരിയ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ഡിഫറൻറ്റ് ഉണ്ട്. യൂട്യൂബിൽ നിന്ന് കിട്ടിയ വർക്കാണ്, 2 വീട് അപ്പുറത്ത്. അപ്പോൾ ആ വീട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ അയാൾ എന്താക്കി, ഈ ഓല ചങ്ങായിമാരൊക്കെ വിളിച്ചു വരുത്തി. അപ്പോൾ അങ്ങനെ വേറെ വീട്ടിലൊരു പണിയെടുത്തു. അതിൻ്റെ 3ാമത്തെ വർക്കാണ് ഈ കിട്ടുന്നത്. അപ്പോൾ നമ്മളൊരു ഏരിയ പോയി അവിടെ തന്നെ വർക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ നമുക്ക് ഡെയിലി ഒരു വർക്ക് കിട്ടിയാൽ പോരെ, അത് കണ്ടിന്യൂസ്ലി ഇഷ്ടം പോലെ. പിന്നെ ഞങ്ങൾ ഒരിക്കലും ഇതൊരു കോൺട്രാക്റ്റിംഗ് കമ്പനി ആക്കാൻ തീരുമാനിക്കണില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ എൻ്റെ മനസ്സന്നാണ് അതിൻ്റെ ഒരു മെയിൻ. എനിക്കൊരാളെ പറ്റിക്കാൻ ഇഷ്ടമില്ല.
എനിക്കൊരാളെ 100 റുപ്യ കമ്മീഷൻ എടുക്കൂല. നമ്മൾ ഈ പണിയിൽ നിന്ന് 100 റുപ്യ കൂലി ഇട്ടിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവർക്കും ഒരേ മാതിരി. ഇത് കാണുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് വെക്കാതെ വെക്കുക. ഫസ്റ്റ് പറയാനുള്ളത് തന്നെയാണ്, കണ്ണൊക്കെ ആയിരുന്നു. കാരണം കുറേ ആൾക്കാർ കണ്ണൊക്കെ ഉണ്ട്. ആഗ്രഹം പറഞ്ഞില്ല. എൻ്റെ മെയിൻ ആഗ്രഹം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ ചാനൽ ഇപ്പം ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് ഇപ്പോൾ നമ്മളെ കമ്പനിക്കാരൻ ഒരുപാട് നല്ല എഡിറ്റേഴ്സ് ഉണ്ട്, ക്യാമറമാൻമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഓലൊക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വയത് പറയുന്ന വീഡിയോ അല്ല, പാട്ട് പാടുന്ന വീഡിയോ അല്ല. ഞാൻ മലയാളം സംസാരിക്കുമെങ്കിൽ പോലും ഈ വീഡിയോക്ക് വേൾഡ് വൈഡ് സ്കോപ്പ് ഉണ്ട്. ഈ ചിഹ്നം നോക്കിയാണ്, വേൾഡ് വൈഡ് സ്കോപ്പ് ഉണ്ടായതുകൊണ്ട് നമ്മൾ എന്താക്കുന്ന അറിയോ, ഹൈ ലെവലിലേക്ക് ഈ വീഡിയോ മാറ്റാൻ വേണ്ടി പോണ്. ഏത് ESLR ലെവലിലേക്ക് മാറ്റിയിട്ട് ഹൈ ക്വാളിറ്റിയിൽ 4K റെൻഡറാക്കി സെറ്റാക്കിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. സബ്ടൈറ്റിലൊക്കെ ഉണ്ടാവും ഇംഗ്ലീഷിൻ്റെ. ആ ലെവലിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമേ എനിക്ക് ജീവിതത്തിൽ ബാക്കിയുള്ളൂ. അതാണ് എൻ്റെ മെയിൻ ടാർഗറ്റ്. അത് ഞാൻ എത്തിപ്പെടും ചെയ്യും. അത് ഈ 10ാം ക്ലാസ്സിൽ 3 വിഷയം തോറ്റ ഈ ചെറുപ്പക്കാരൻ്റെ ഒരു പക്ക കോൺഫിഡൻസ് ആണ്. ഞാൻ എന്തൊക്കെ ജീവിതത്തിൽ ആയി തീർന്ന് ആഗ്രഹിച്ചിക്കണോ അതൊക്കെ ഞാൻ ആയി തീർന്നുണ്ട്. തീർച്ചയായും ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ് നമ്മുടെ ലത്തീഫായെ ഇവിടം വരെ എത്തിച്ചിട്ടുള്ളത്. വലിയ ജനപ്രീതിയാണ് സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെ ഇപ്പോൾ നാട്ടിലൂടെയൊക്കെ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നേരിട്ട് കണ്ട് നമ്മൾ ഇവിടെ എത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ജോലി മാതൃകയിൽ തന്നെ വലിയ പ്രയാസമേറിയതാണ്. പക്ഷേ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ ആത്മവിശ്വാസത്തോടെ അത് പൂർത്തിയാക്കുന്നു. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർലായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ തിരൂർ.